വീട്ടിലെത്തിയതും ബെഡിൽ ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുത്തു. ഈ അടുത്ത കാലത്തൊന്നും അമ്മ എണീക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായതോട് കൂടിയിട്ട് കുട്ടികളുടെ സ്വഭാവം മാറി തുടങ്ങി. കരച്ചിലായി, പിരിച്ചിലായി, അടിയായി, ഇടിയായി. വീട്ടിൽ ഞാൻ ചെന്ന സമയത്ത് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ അവരൊന്ന് സോപ്പിടാൻ വേണ്ടി നേരെ നമ്മുടെ സ്വന്തം സുരേട്ടൻ്റെ കടയ്ക്ക് പോയി. കുറച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനിത് എപ്പോഴും വാങ്ങാറുണ്ട്. ഇതിൻ്റെ പേര് എന്തോ ഒരു കേക്ക് എന്നാ പറയുക. കടയിൽ നിന്ന് ഇത് വേണമെന്ന് വെച്ചപ്പോൾ മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 വാങ്ങി, അവർക്ക് നൂഡിൽസും വാങ്ങി. പക്ഷേ വീട്ടിലെത്തിയത് അവരുടെ സ്വഭാവം മാറി. അവർ രണ്ടുപേരും അതെടുത്ത് കഴിച്ചുകൊണ്ട് നടക്കുന്നു. ലാസ്റ്റ് ഞാൻ സസിയായി. അമ്മൂമ്മമാരെ വീട്ടിൽ പോയ പിന്നെ അമ്മൂമ്മമാർക്കിട്ടുള്ള പണികളായുള്ളൂ പേരക്കുട്ടികൾ കൊടുക്കുക. അതാണല്ലോ നമ്മുടെ അതിൻ്റെ ഒരു ഇത്. ഞങ്ങൾ പണി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എടുത്ത് വെക്കടാന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ ഒരു നോട്ടം. ഇഡ്ഡലി പൊതുവെ ഇവർക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇഡ്ഡലി മാവ് വേഗം കണ്ണം വീട്ടിലെത്തിച്ചു തന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അമ്മൂമ്മ കടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ വരുമ്പോൾ പിന്നെ ഇവർക്ക് അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാണ്ടാവും എന്ന് അറിയാട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കട്ട വെയിറ്റിങ്ങിലായിരുന്നേ. 2 മക്കൾക്കും 2 ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമായതൊക്കെ അമ്മ വാങ്ങിയിരുന്നു കേട്ടോ. ലേസും പോപ്കോണൊക്കെ എനിക്കും ഇഷ്ടമാണെങ്കിൽ അതിലേറെ ഒന്നും കൂടെ ഇഷ്ടമുള്ളത് പൊരിക്കടിയാന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ അത് വാങ്ങാനും മറന്നില്ല കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത വെയിറ്റിംഗ് അനിയന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം അവൻ വരുമ്പോഴും എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുവരുന്നറിയാം. അപ്പം മക്കളും ഞാനും അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.